ഹായ് ഓൾ. ചലഞ്ചർ ആപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് പതിവ് പോലെ മിക്സഡ് PYQ സെക്ഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ SSC പരീക്ഷകൾക്കും RRB പരീക്ഷകൾക്കും ഒരുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള PYQ സെക്ഷൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ PYQ കഴിഞ്ഞ ഒരു സെക്ഷന്റെ നിങ്ങൾ നമ്മൾ ഫസ്റ്റ് ഒരു സെക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു PYQ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം. ആ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് PYQ സെക്ഷൻസ് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. GK സെക്ഷൻസ് ആണ് കൂടുതൽ എടുക്കുക. സയൻസ് ഉണ്ടാവില്ല. GK, ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ എക്കണോമിക്സ് പോർഷൻസ് ഉണ്ടാവും, കോൺസ്റ്റിറ്റ്യൂഷന്റെ പോർഷൻസ് ഉണ്ടാവും. ഇതൊക്കെയാണ് എടുക്കുക. കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ സ്റ്റാറ്റിക് GKയും വേറൊരു സെക്ഷനായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പൊ നമ്മൾ മിക്സഡ് PYQ എടുത്തിരിക്കുന്നത് GK പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് SSC പരീക്ഷകൾക്കും അതുപോലെ RRB പരീക്ഷകൾക്കും, RRBക്ക് ഇപ്പൊ NTPC വിളിച്ചിട്ടുണ്ട്, ഗ്രൂപ്പ് D വിളിച്ചിട്ടുണ്ട്, SSCക്ക് ആണെങ്കിൽ CGL, CHSL തുടങ്ങിയ പരീക്ഷകള്, അതുപോലെ GD തുടങ്ങിയ പരീക്ഷകൾക്കെല്ലാം നിങ്ങൾക്ക് ഈ PYQ സെക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും കേട്ടോ. അപ്പോ ഇന്ന് നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് സെക്ഷൻസ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വേണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ സെക്ഷൻ ഒരു എലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് വേണം, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആൻസർ അറിയാവുന്ന നോക്കുക, ആൻസർ അറിയാത്ത പോർഷൻസ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് 5-year പ്ലാൻ പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ ഗരീബി ഹഡാവോ ഇനിഷ്യേറ്റീവ്? ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഗരീബി ഹഡാവോ ഇനിഷ്യേറ്റീവ് ഏത് 5-year പ്ലാനിലാണ് നമുക്ക് കൊണ്ടുവന്നത്, ഫോക്കസ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഗരീബി ഹഡാവോ എന്ന് പറഞ്ഞിട്ടൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പോ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഗരീബി ഹഡാവോ എന്ന് പറയുന്നത്. അത് ഏത് 5-year പ്ലാനിലാണ് വന്നതെന്നാണ് ചോദിക്കുന്നത്. 6th ആണോ, 4th ആണോ, അല്ലെങ്കിൽ 5th ആണോ, 3rd 5-year പ്ലാൻ ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ ആൻസർ അറിയാമോ? ആൻസർ അറിയാമോ? ഗരീബി ഹഡാവോ വരുന്നത് 5th 5-year പ്ലാനിലാണ് കേട്ടോ. ഗരീബി ഹഡാവോ ഏത് 5-year പ്ലാനിലാണ്? 5th 5-year പ്ലാൻ ആണ്. നിങ്ങൾക്ക് അറിയാം, നമുക്ക് 5-year പ്ലാൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് 2015 വരെ അല്ലെ. 2015 ജനുവരി 1 തൊട്ട് നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ മാറ്റിയിട്ട് നിതി ആയോഗ് എന്ന് പറയുന്ന ഒരു സംരംഭം കൊണ്ടുവരികയാണ്. അതിനുശേഷം നമുക്കിപ്പോ 5-year പ്ലാൻസ് ഇല്ല. അപ്പോ നമുക്കൊരു 12ഓളം 5-year പ്ലാൻസ് ആണ് ടോട്ടലി പഠിക്കാനായിട്ടുള്ളത്. 12th 5-year പ്ലാൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളത് 5-year പ്ലാൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ 12 5-year പ്ലാനും പ്ലാനിംഗ് കമ്മീഷനും നിങ്ങൾ പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ എല്ലാ 5-year പ്ലാനും പറയാൻ സമയമില്ല. തൽക്കാലം നമുക്ക് 5th 5-year പ്ലാനിനെ പറ്റി ജസ്റ്റ് 4-5 പോയിന്റ് പഠിക്കാം. 1974 തൊട്ട് 1978 വരെ ഇന്ത്യയിൽ നടന്നിരുന്ന 5-year പ്ലാൻ ആണ് 5th 5-year പ്ലാൻ. പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയും അല്ലെ. RRB ഗ്രൂപ്പ് D എഴുതുന്ന ആളുകൾ ശ്രദ്ധിച്ചാൽ എന്താ, പഞ്ചവത്സര പദ്ധതികൾ എന്നായിരിക്കും. നിങ്ങൾ മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ എങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ എന്നായിരിക്കും പറയാം. അപ്പൊ 5-year പ്ലാൻ 1974 തൊട്ട് 78 വരെയുള്ള 5-year പ്ലാൻ ഏതാണ്? 5th 5-year പ്ലാൻ ആണെന്ന് ഓർത്തു വെച്ചേക്കുക. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു, പോവർട്ടി അലിവേഷൻ പ്രോഗ്രാം ആയിരുന്നു ഗരീബി ഹഡാവോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ മെയിൻ ആയിട്ടും അൺഎംപ്ലോയ്മെന്റും അതുപോലെ തന്നെ ഗരീബി, അതായത് പോവർട്ടി അലിവേഷനുമാണ് 5th 5-year പ്ലാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 1975 ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട്, നിങ്ങളുടെ അടുത്ത് ചോദിക്കും ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് ഏത് 5-year പ്ലാന്റെ സമയത്താണ് അമെൻഡ് ചെയ്തതെന്ന് ചോദിക്കും. ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ടില് സെൻട്രൽ ഗവൺമെന്റിനും കൂടി പവർ ജനറേഷനും ട്രാൻസ്മിഷനിലും എൻട്രി ചെയ്യാൻ അനുവാദം കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് അമെൻഡ് ചെയ്തത് ഏത് വർഷമാണെന്ന് ചോദിക്കും. അത് 1975ലാണ്. 1975ലാണ് ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് എന്ന് പറയുന്ന ആക്ട് അമെൻഡ് ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെക്കണേ, ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് അമെൻഡ് ചെയ്ത വർഷം 1975 ആണ്. അങ്ങനെയെങ്കിൽ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് അമെൻഡ് ചെയ്തത് ഏത് 5-year പ്ലാനിന്റെ സമയത്താണെന്ന് നിങ്ങളോട് ചോദിക്കും. അത് 5th 5-year പ്ലാനിന്റെ സമയത്താണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അതുപോലെ
നമുക്ക് ഇന്ത്യൻ നാഷണൽ ഹൈവേ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് 5 ഇയർ പ്ലാനിന്റെ സമയത്താണെന്ന് ചോദിക്കും. അതും നമ്മുടെ 5th 5 ഇയർ പ്ലാനിന്റെ സമയത്താണ്. അടുത്ത ക്വസ്റ്റൻ എന്താണ്? ഇന്ത്യൻ നാഷണൽ ഹൈവേ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് 5 ഇയർ പ്ലാനിന്റെ സമയത്താണെന്ന് ചോദിക്കും. അത് 5th 5 ഇയർ പ്ലാനിന്റെ സമയത്താണ്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് മിനിമം നീഡ്സ് പ്രോഗ്രാം, MNP എന്ന് പറഞ്ഞായിരിക്കും ചോദിക്കുക. മിനിമം നീഡ്സ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് 5 ഇയർ പ്ലാനിന്റെ സമയത്താണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോ മിനിമം നീഡ്സ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് ദിസ് പ്ലാൻ. 1974 മിനിമം നീഡ്സ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനകത്ത് എന്താണ്? ബേസിക് ആയിട്ടുള്ള മിനിമം നീഡ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ എയിം എന്ന് പറയുന്നത്. ഈ മിനിമം നീഡ്സ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്തത് DP ധർ ആണ് കേട്ടോ. മിനിമം നീഡ്സ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്തത് ആരാന്ന് ചോദിക്കും. അത് DP ധർ ആണ്. അപ്പൊ എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു? 5th 5 ഇയർ പ്ലാൻ 1974 to 78 ആണെന്ന് പഠിച്ചു. ഇന്ത്യൻ നാഷണൽ ഹൈവേ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്ലാൻ ആണെന്ന് പഠിച്ചു. ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് അമെൻഡ് ചെയ്ത ടൈമിന്റെ 5 ഇയർ പ്ലാൻ ആണെന്ന് പഠിച്ചു. ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് അമെൻഡ് ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെന്റിനെ പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ തുടങ്ങിയ സെക്ഷനിലേക്ക് എൻറ്റർ ചെയ്യാൻ അനുവദിച്ച അമെൻമെന്റ് ആണ് ഈ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് എന്ന് പറയുന്നത്. ആ ഒരു അമെൻമെന്റ് വഴിയാണ് 1975 ഇന്ത്യൻ നാഷണൽ ഹൈവേ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ മിനിമം നീഡ്സ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. മിനിമം നീഡ്സ് പ്രോഗ്രാം തയ്യാറാക്കിയത് DP ധർ ആണ്. ഇതിന്റെ ടാർഗറ്റഡ് ഗ്രോത്തും അതിന് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടും എപ്പോഴും ചോദിക്കും. നമ്മളെ ടാർഗറ്റ് ചെയ്തത് 4.4% ഗ്രോത്ത് ആയിരുന്നു കേട്ടോ. പക്ഷെ ആക്ച്വലി നമുക്ക് 4.8% ഗ്രോത്ത് കിട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു സക്സസ്ഫുൾ പ്ലാൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ടാർഗറ്റഡ് ഗ്രോത്തിനെക്കാട്ടിലും ഔട്ട്പുട്ട് ഗ്രേറ്റർ ആണെങ്കിൽ നമുക്കത് സക്സസ്ഫുൾ പ്ലാൻ ആണെന്ന് പറയാനായിട്ട് പറ്റും. ചില പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെ പ്ലാനിലാണ് ടാർഗറ്റഡ് ഗ്രോത്തിനേക്കാൾ കൂടുതൽ ഔട്ട്കം കിട്ടിയതെന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ 4.4 നമ്മളെ ടാർഗറ്റ് ചെയ്തു, 4.8 കിട്ടി. സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലാൻ ആയിരുന്നു. ഓക്കെ, 1978 ആയപ്പോ സത്യം പറഞ്ഞ 1974 തൊട്ട് +5 74 തൊട്ട് +5 1979 വരെയാണ് ഈ പ്ലാൻ വേണ്ടത്. 1978 ആയപ്പോഴത്തേക്കും ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് താഴെ ഇറങ്ങിയിട്ട് പകരം ശ്രീ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വരികയാണ്. അപ്പോൾ ഈ സമയത്ത് ഈ പ്ലാൻ റിജക്ട് ചെയ്യുന്നു. ഈ പ്ലാൻ പിന്നെ കണ്ടിന്യൂ ആയില്ല അല്ലെ. അപ്പൊ കംപ്ലീറ്റ് ആവാത്ത ഒരു 5 ഇയർ പ്ലാൻ കൂടിയാണ് 5th 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ 5th 5 ഇയർ പ്ലാൻ 1974 to 78 ഗരീബി ഹഠാവോ അതുപോലെ അൺഎംപ്ലോയ്മെന്റിനൊക്കെയാണ് ഇത് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് അമെൻഡ് ചെയ്തു. 1975 മിനിമം നീഡ്സ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. മിനിമം നീഡ്സ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്തത് DP ധർ ആണ്. മിനിമം നീഡ്സ് പ്രോഗ്രാമിനകത്ത് മെയിൻ ആയിട്ടും എന്താണ് ബേസിക് മിനിമം നീഡ്സ് മീറ്റ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളാണ് മിനിമം നീഡ്സ് പ്രോഗ്രാമിൽ കൊണ്ടുവന്നത്. 4.4% ആയിരുന്നു ടാർഗറ്റഡ് ഗ്രോത്ത്. അതിന് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് 4.8 ആണ്. 1978 പുതിയതായിട്ട് മൊറാർജി ദേശായി ഗവൺമെന്റ് വരുന്ന സമയത്ത് എന്ത് പറ്റുന്നു? ഈ പ്ലാൻ റിജക്ട് ചെയ്തു. സോ 5th 5 ഇയർ പ്ലാൻ കംപ്ലീറ്റ് ആവാത്ത 5 ഇയർ പ്ലാൻ ആണെന്ന കാര്യം ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അത്രയാണ് നമ്മള് 5th 5 ഇയർ. അപ്പൊ ഗരീബി ഹഠാവോ ഏത് 5 ഇയർ പ്ലാനിന്റെ സമയത്താണെന്ന് ചോദിച്ചാൽ ഏത് 5 ഇയർ പ്ലാൻ ആണ്? അത് 5th 5 ഇയർ പ്ലാനിന്റെ സമയത്താണെന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് 5 ഇയർ പ്ലാൻസ് എല്ലാം പഠിക്കണം. ക്വസ്റ്റ്യൻസ് വരുന്ന അനുസരിച്ച് നമുക്ക് ഓരോ 5 ഇയർ പ്ലാൻസ് പഠിക്കാം. ഇപ്പൊ നമ്മൾ പഠിച്ചത് 5th 5 ഇയർ പ്ലാനിനെ പറ്റിയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ Which of the following statement is incorrect about directive principles of state policy? Which of the following statements is incorrect about? Correct എന്നല്ല ചോദിച്ചേക്കുന്നത്, incorrect ആണ്. Incorrect about the directive principles of state policy ആണ് ക്വസ്റ്റ്യൻ. അപ്പോ ഫസ്റ്റ് ഓപ്ഷൻ എന്താ? They provide welfare of individuals, hence they are personal and individualistic എന്നാണ് പറയുന്നത്. ഇൻഡിവിജ്വൽസിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽസിന്റെ വെൽഫെയർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് പേഴ്സണൽ ഗ്രോത്തും അതുപോലെ ഇൻഡിവിജ്വലിസ്റ്റിക്കും ആണെന്നാണ് പറയുന്നത്. അല്ലാതെ പബ്ലിക് ആയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല. പേഴ്സണലി ഓരോരുത്തർക്കായിട്ട് എന്താണ് ഗ്രോത്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറയുന്നതെന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ, ദേ ഹാവ് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ സാങ്ഷൻസ്. അതിന് മോറലും പൊളിറ്റിക്കലുമായിട്ടുള്ള സാങ്ഷൻസ് ഉണ്ട്. ദേ എയിം അറ്റ് എസ്റ്റാബ്ലിഷിംഗ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്ത് സോഷ്യൽ ഡെമോക്രസി അതുപോലെ തന്നെ എക്കണോമിക് ഡെമോക്രസി ഒക്കെ നടപ്പിലാക്കുന്നതിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എയിം ചെയ്യുന്നു എന്ന് പറയുന്നു. ദേ ആർ പോസിറ്റീവ് as they require
ദ സ്റ്റേറ്റ് ടു ഡു സർട്ടൺ തിങ്സ്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പ്രിൻസിപ്പിൾസ് എല്ലാം എന്താണ്, പോസിറ്റീവ് ഇൻ നേച്ചർ ആണ്. ബിക്കോസ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ ആരോടാണ് ചെയ്യാനായിട്ട് പറയുന്നത്, സ്റ്റേറ്റിനോടാണ്, ചില അല്ലെങ്കിൽ ഭരണകൂടത്തോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുന്ന ഒരു എന്താ പോർഷൻ ആണ് എന്നാണ് പറയുന്നത്. അപ്പോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് എന്ന് ചോദിക്കുമ്പോ അതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്, ആൻസർ ആയിട്ട് വരുന്നത് ഏതായിട്ട് വരും, ദേ പ്രൊമോട്ട് വെൽഫെയർ ഓഫ് ഇൻഡിവിജ്വൽസ് ഹെൻസ് ദേ ആർ പേഴ്സണൽ ആൻഡ് ഇൻഡിവിജ്വലിസ്റ്റിക് എന്ന് പറയുന്ന കൺസെപ്റ്റ് തെറ്റാണ്. അത് ഇൻഡിവിജ്വൽസിന്റെ വെൽഫെയർ എന്നല്ല, ടോട്ടലി എല്ലാവരുടെയും ജനങ്ങളുടെ മുഴുവനായിട്ടുള്ള പബ്ലിക് വെൽഫെയർ ആണ് മെയിൻ ആയിട്ടും ആ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ എന്നും ഇൻഡിവിജ്വലിസ്റ്റിക് എന്നും പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ബാക്കി എല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മോറൽ പൊളിറ്റിക്കൽ സാങ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ എക്കണോമിക് ഡെമോക്രസി സോഷ്യൽ ഡെമോക്രസിയും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പോസിറ്റീവ് ആണ്, ബിക്കോസ് എന്താണ്, സ്റ്റേറ്റിനോട് ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതാണ്. ശരിയാണ്, ഈ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഏത് പാർട്ടിലാണ് പറയുന്നത്, പാർട്ട് 4-ലാണല്ലേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിനെ പറ്റി പറയുന്നത്, പാർട്ട് 4-ലാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 36 തൊട്ട് ആർട്ടിക്കിൾ 51 വരെയാണ് പാർട്ട് 4-ൽ പറയുന്നത്. ആർട്ടിക്കിൾ 36 തൊട്ട് ആർട്ടിക്കിൾ 51 വരെയാണ്. 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന സെക്ഷനുമായിട്ട് സാദൃശ്യമുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സെക്ഷൻ ഏതാന്ന് ചോദിക്കും, അത് DPSP ആണ്. ഓക്കെ, 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന സെക്ഷനുമായിട്ട് സാദൃശ്യമുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സെക്ഷൻ ഏതാന്ന് ചോദിക്കും, ആ പോർഷൻ DPSP ആണെന്ന് ഓർത്തിരിക്കുക. പാർട്ട് 4-ലാണ് 36 തൊട്ട് 51 വരെയുള്ള ആർട്ടിക്കിളിലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിനെ പറ്റി പറയുന്നത്. ഇതിനകത്ത് സ്റ്റേറ്റ് ഒരു നിയമം കൊണ്ടുവരുന്ന സമയത്ത്, സ്റ്റേറ്റ് മീൻസ് ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവരുന്ന സമയത്ത് ഏതൊക്കെ പോർഷൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് എവിടെ പറയുന്നത്, ഈ പറയുന്ന DPSP-ക്കകത്ത് പറയുന്നത്. ഗാന്ധിജിയുടെ കൺസെപ്റ്റുകളൊക്കെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ചോദിക്കും. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആർ ഇൻക്ലൂഡഡ് ഇൻ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഈ പറയുന്ന വില്ലേജ് പഞ്ചായത്തിന്റെ ഡെവലപ്മെന്റും അതുപോലെ എന്താണ് മദ്യനിരോധനവും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ലേ, അതൊക്കെ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്, DPSP-ക്കകത്താണ് കേട്ടോ. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആർ ഇൻക്ലൂഡഡ് ഇൻ DPSP ആണെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ DPSP ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ആർട്ടിക്കിളുകളും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. യൂണിഫോം സിവിൽ കോഡ് പറയുന്ന DPSP ഏതാ, യൂണിഫോം സിവിൽ കോഡ് പറയുന്നത് 44 ആണ് അല്ലെ, ആർട്ടിക്കിൾ 44. ഇത് ഞാൻ എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഓരോ സെക്ഷൻസും ഇങ്ങനെ എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. തൽക്കാലം പാർട്ട് 4 ആണ്. 36 to 51 ആണ് DPSP. 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഉള്ള ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതായത് ഭരിക്കുന്ന ആളുകൾ ജനങ്ങൾക്ക് വേണ്ടി കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് വൈസ്രോയി ഒക്കെയാണ് ഭരിക്കുന്നത് അല്ലെ, അവരുടെ അടുത്ത് പറയാണ് നിങ്ങൾ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. സെയിം സാധനങ്ങളാണ് നമ്മൾ എവിടേക്കും എടുത്തിട്ടുള്ളത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലും എടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊരിക്കലും എന്തല്ല, ബൈൻഡിങ് അല്ല, നടപ്പിലാക്കണം എന്ന് നിർബന്ധം ഇല്ല അല്ലെ, നമുക്ക് ജസ്റ്റിസിബിൾ അല്ല. ഒരു DPSP നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും കോടതിയെ സമീപിക്കാനായിട്ട് പറ്റില്ല. നിർബന്ധമായി നടപ്പിലാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ടില്ല, ജസ്റ്റിസിബിൾ അല്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ DPSP ദേ ആർ ഓൾവേസ് പോസിറ്റീവ് കേട്ടോ, എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് സ്റ്റേറ്റ് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, ചില നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിനെ പറ്റിയാണ് DPSP-യിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏകദേശം DPSP-നെ പറ്റി ഇത്രയും പോയിന്റുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാമല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. Which of the following is not correct with regards to the history of calculating national income in India? ഇന്ത്യയിൽ നാഷണൽ ഇൻകം, ഇത് എക്കണോമിക്സിന്റെ പോർഷൻ ആണ് കേട്ടോ, എക്കണോമിക്സിന്റെ പോർഷൻ ആണ്. നാഷണൽ ഇൻകം കാൽക്കുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് അറ്റംപ്റ്റ് ടു കമ്പ്യൂട്ട് നാഷണൽ ഇൻകം വാസ് മെയ്ഡ് ബൈ ദാദാബായ് നവറോജി. ദാദാബായ് നവറോജിയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നാഷണൽ ഇൻകം
കമ്പ്യൂട്ട് ചെയ്യുന്നതിന് തുടക്കം കുറിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഫസ്റ്റ് നടത്തിയെന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഫസ്റ്റ് ഒഫീഷ്യൽ അറ്റംപ്റ്റ് ആരാണ്? PC മഹ്ലനോബിസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാദാഭായ് നവറോജി ഇന്ത്യൻ എക്കണോമിനെ 2 പാർട്ടായിട്ട് തിരിച്ചു എന്ന് പറയുന്നു, പ്രൈമറി സെക്ടർ എന്നും സെക്കൻഡറി സെക്ടർ എന്നും. പിന്നെ ഫസ്റ്റ് സയന്റിഫിക് മെത്തേഡ് ടു കമ്പ്യൂട്ട് നാഷണൽ ഇൻകം അതാരാണ്? ഡോക്ടർ VKRV റാവു ആണെന്ന് പറയുന്നു. അപ്പൊ ഇതിനകത്ത് നോക്കിക്കേ, ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് ടു കമ്പ്യൂട്ട് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒഫീഷ്യൽ അറ്റംപ്റ്റ് PC മഹൽനോബിസ് ആണ്. സയന്റിഫിക് മെത്തേഡിൽ ആദ്യമായിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് VKRV റാവു ആണ്. ഇത് ഇത്രയും ശരിയാണ്. ദാദാഭായ് നവറോജി ഇന്ത്യൻ എക്കണോമിനെ എങ്ങനെ തിരിച്ചിട്ടില്ല? 2 പാർട്ടായിട്ട് തിരിച്ചിട്ടില്ല. പ്രൈമറി സെക്ടറിനും സെക്കൻഡറി സെക്ടറിനും തിരിച്ചിട്ടില്ല. അത് തെറ്റാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ നമ്മുടെ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എന്താണ് സർവേ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ CSO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നമ്മുടെ ഇന്ത്യന്റെ എക്കണോമിക് സെക്ടേഴ്സിനെ 3ആയിട്ട്, സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി. ഏതൊക്കെയാണ്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട് അല്ലെ. പ്രൈമറി സെക്ടറിനകത്ത് നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഈ പറയുന്ന ഈ സംഭവം ഏത് സെക്ടറിലാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അഗ്രികൾച്ചർ എവിടെ നിന്നാണ് വരുന്നത്, മൈനിങ് ഏത് സെക്ടറിലാണ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ബാങ്കിങ് ഏത് സെക്ടറിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഏത് സെക്ടറിലാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ നിങ്ങൾ അത് എന്താണെന്ന് വൃത്തിയായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഡയറക്ട്ലി ഭൂമിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പ്രാഥമിക പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് നമ്മൾ ഡയറക്ട്ലി നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് ആണ് ഈ പറയുന്ന മൈനിങ്ങും, അതായത് ഖനനവും കൃഷിയും ഒക്കെ വരുന്നത് പ്രൈമറി സെക്ടറിലാണ്. പ്രൈമറി സെക്ടറിൽ നിന്നും ഉള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഉള്ള സെക്ടറാണ് സെക്കൻഡറി സെക്ടർ, അതായത് ഇൻഡസ്ട്രീസ് ഒക്കെ വരുന്നത്, വ്യവസായം അല്ലെങ്കിൽ മറ്റ് എന്താ കെട്ടിട നിർമ്മാണം, ഇങ്ങനത്തെ സെക്ടർ ഒക്കെ വരുന്നത് സെക്കൻഡറി സെക്ടറിലാണ്. തേർഡ് ടെർഷറി സെക്ടർ, അല്ലെങ്കിൽ അതിനെ സർവീസ് സെക്ടർ എന്ന് വിളിക്കും കേട്ടോ, സർവീസ് സെക്ടർ എന്ന് വിളിക്കും. ഇതിനകത്താണ് ബാങ്കിങ്ങും മറ്റും നമുക്ക് ഡയറക്ട്ലി എന്താണ് സർവീസുകൾ ലഭിക്കുന്ന സെക്ടേഴ്സ് ഒക്കെ വരുന്നത് ടെർഷറി സെക്ടറിലാണ്. അപ്പൊ നിങ്ങൾ നല്ലൊരു നോട്ട് തയ്യാറാക്കി സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമിനെ പറ്റി പഠിച്ചു വെച്ചേക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ തന്നിരിക്കുന്ന പോർഷൻ ഏത് സെക്ടറിലാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പൊ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് ചോദിക്കും. സർവീസ് സെക്ടർ എന്ന് പറയുന്നത് ഏത് സെക്ടർ ആണെന്ന് ചോദിക്കും. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. പ്രൈമറി, ഇത് അഗ്രികൾച്ചർ സെക്ടർ എന്നാണ് പ്രൈമറി സെക്ടറിനെ വിളിക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇങ്ങനത്തെ പോർഷൻസ് ഏറ്റവും കൂടുതൽ നമുക്ക് വരുമാനം കിട്ടുന്ന സെക്ടർ ഏതെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം തരുന്നത് ടെർഷറി സെക്ടർ ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള സെക്ടർ എന്ന് പറയുന്നത് ടെർഷറി സെക്ടർ ആണ്. പണ്ട് പ്രൈമറി സെക്ടർ ആയിരുന്നു കേട്ടോ പ്രൈമറി. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ ലഭ്യത ഉള്ളത് ഇപ്പോഴും കൃഷി, ഖനനം തുടങ്ങിയ മേഖലയിൽ തന്നെയാണ്. പ്രൈമറി സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ ലഭ്യതയുള്ളത്. വരുമാനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ടെർഷറി സെക്ടറിൽ നിന്നാണ്. അപ്പൊ സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. നിങ്ങൾ ദയവ് ചെയ്ത് അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ക്ലാസ്സുകൾ അവൈലബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷൻ വഴി അറിയിക്കാം. അടുത്ത ദിവസം നോക്കിയേ, വിച്ച് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ഹെൽപ്ഡ് രാജാറാം മോഹൻ റോയി ലീഗലി അബോളിഷ് ദ സതി പ്രാക്ടീസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, കുഞ്ഞിലെ പഠിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് അല്ലെ. ഇന്ത്യയിൽ സതി നിരോധിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ ആരാണ്? രാജാറാം മോഹൻ റോയി ആണ് അല്ലെ. ലീഗലി ഇവിടെ സതി അബോളിഷ് ചെയ്യുന്നത് 1829 1829 ലീഗലി സതി നിരോധിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ റെനൈസൻസ് ലീഡർ ആണ്, അല്ലെങ്കിൽ നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിന്റെ ഒരു സംഘടനയുണ്ട്, അതിന്റെ പേര് ബ്രഹ്മസമാജം എന്നാണ് അല്ലെ. ബ്രഹ്മസമാജം എന്ന് പറയുന്ന സംഘടനയാണ് രാജാറാം മോഹൻ റോയിയുടെ സംഘടന. ഇത് സതി നിരോധിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ച സംഘടനയാണ്. ആരാണ് സതി നിരോധിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവായിരിക്കും അല്ലെ. ആരാണ്? ലോർഡ് വില്യം ബെന്റിക് ആണ് അല്ലെ. ലോർഡ് വില്യം ബെനവലന്റ് വൈസ്രോയി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നല്ലത് വരുത്തുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തു തന്ന വൈസ്രോയി ആണ് ആരെന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ ഈ സമയത്ത് ഗവർണർ ജനറൽ ആണ് അദ്ദേഹം. അപ്പൊ നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഗവർണർ ജനറലും അതുപോലെ തന്നെ പിന്നീട് വൈസ്രോയി ആയി മാറുന്നതും ആരാണ്? ലോർഡ് വില്യം ബെന്റിക് ആണ്. നിങ്ങൾക്ക് ഗവർണർ ജനറൽമാരെ പറ്റി, വൈസ്രോയിമാരെ പറ്റി ക്വസ്റ്റ്യൻസ് നോർമലി ചോദിക്കാറുണ്ട്. സോ അതും ഒരു പോർഷൻ ആണ്.
അറിയാത്തവര് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് വില്യം ബെന്റിക്കിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കിയാലോ. ലോർഡ് വില്യം ബെന്റിക്, അദ്ദേഹം ഇന്ത്യ ഭരിക്കുന്നത് 1828 തൊട്ട് 1835 വരെയുള്ള സമയത്താണ്. എപ്പോഴാ? 1828 തൊട്ട് 1835 വരെയുള്ള സമയത്താണ്. അപ്പൊ അതേ നിങ്ങളുടെ ചോദിക്കും, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാവുന്ന സമയത്ത് നമ്മുടെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിക്കും. ആരാണ്? നമ്മുടെ വില്യം ബെന്റിക് ആണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഹയർ കോർട്ടുകളിൽ പേർഷ്യൻ ഭാഷയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഹയർ കോർട്ടുകളിൽ ഇന്ത്യയിലെ പേർഷ്യൻ ഭാഷയായിരുന്നു യൂസ് ചെയ്തത്. അതെന്താണ്? ഇംഗ്ലീഷ് ആക്കി മാറ്റുകയാണ്. അതുപോലെ തന്നെ വെസ്റ്റേൺ സൈഡില് ഇംഗ്ലീഷും ഒക്കെ ഇന്ത്യക്കാരെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യക്കാരെ അഡ്മിനിസ്ട്രേഷനിലൊക്കെ എംപ്ലോയ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും സഹായകരമായിട്ടുള്ള ഒരു ആക്ട് ആണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് 1835 കൊണ്ടുവരുന്നത് ലോർഡ് വില്യം ബെന്റിക് ആണ്. ഫസ്റ്റ് പോയിന്റ്. കൽക്കട്ട മെഡിക്കൽ കോളേജ് 1835 സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണെന്ന് ചോദിക്കും. കൽക്കട്ട മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ഫസ്റ്റ് വെസ്റ്റേൺ മെഡിക്കൽ സ്കൂൾ ഇൻ ഇന്ത്യ ആണ്. ഏഷ്യയിൽ തന്നെ വരുന്ന ഫസ്റ്റ് വെസ്റ്റേൺ മെഡിക്കൽ സ്കൂൾ ആണ് കൽക്കട്ട മെഡിക്കൽ കോളേജ്. എന്നാണ് ഓപ്പൺ ആക്കുന്നത്? 1835 ഈ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ഓർ ക്രീഡ്, ജാതി മത വ്യത്യാസങ്ങളില്ലാത്ത ആളുകളെ മെഡിക്കൽ ഫീൽഡിലേക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കൽക്കട്ട മെഡിക്കൽ കോളേജ്. 1835 കൽക്കട്ട മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നത്. ഓക്കെ. അപ്പോൾ അത് കൊണ്ടുവരുന്ന സമയത്ത് വൈസ്രോയ് അല്ലെങ്കിൽ നമ്മുടെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിക്കും. അത് ലോർഡ് വില്യം ബെന്റിക് ആണെന്ന് ഓർത്തു വെച്ചേക്കാം. പിന്നീട് നമ്മളിപ്പോ ചോദിച്ച ക്വസ്റ്റ്യൻ, രാജാറാം മോഹൻ റോയിയോടൊപ്പം ചേർന്ന് വില്യം ബെന്റിക് ഒരുപാട് സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ സപ്രസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ. സതി, അതുപോലെ വിഡോ റീമാരേജ് അല്ലെങ്കിൽ ചൈൽഡ് മാരേജ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഇവിടെ ഭയങ്കര പ്രോമിനന്റ് ആയിട്ട് നിന്നിട്ടുള്ള ഈവിൾ ആയിട്ടുള്ള കുറച്ച് കസ്റ്റംസ് ആയിരുന്നു. അതൊക്കെ അബോളിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച സംഘടനയാണ്, അല്ലെങ്കിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. പ്രവർത്തിച്ച സംഘടനയാണ് ബ്രഹ്മ സമാജ് എന്ന് പറയുന്നത്. അങ്ങനെ സതി എന്ന് വെച്ചാൽ എന്താണ്? വിഡോ വെഡിങ്, ഭർത്താവ് മരിച്ചാൽ ഭാര്യയെ കൂടെ ചിതയിൽ അടക്കുന്ന ആ ഒരു പ്രാക്ടീസ് ആയിരുന്നു. വിഡോ ബേണിംഗ് ആയിട്ടുള്ള ആ പ്രാക്ടീസ് ആണ് സതി. അത് അബോളിഷ് ചെയ്തത് ആരാണ്? നമ്മുടെ വില്യം ബെന്റിക് ആണ്, അലോങ് വിത്ത് രാജാറാം മോഹൻ റോയ്. അപ്പൊ ആ ഒരു ആക്ട് ബംഗാൾ സതി റെഗുലേഷൻ ആക്ട് ആണ് കേട്ടോ. ബംഗാൾ സതി റെഗുലേഷൻ 17 എന്ന് പറയും. റെഗുലേഷൻ 17 ആണ്. 4th December 1829 സതി നിരോധിക്കുന്നത്. 4th December 1829 സതി നിരോധിക്കുന്നത്. ഓർത്തു വെച്ചേക്കാം. അതുപോലെ നമ്മളെ പോളിഗാമി, ബഹുഭാര്യാത്വം, ചൈൽഡ് മാരേജ്, കാസ്റ്റ് റിജിഡിറ്റി, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നു, ലോർഡ് വില്യം ബെന്റിക്. അടുത്തത് 1833 ചാർട്ടർ ആക്ട് വരികയാണ്. 1833 ചാർട്ടർ ആക്ട് വരുന്നുണ്ട് അല്ലെ. നമ്മൾ കുറെ ചാർട്ടർ ആക്ട് 1813, 33, 53 തുടങ്ങി ചാർട്ടർ ആക്ടുകൾ പഠിക്കുന്നില്ലേ? 3-4 ചാർട്ടർ ആക്ട്. ഈ ചാർട്ടർ ആക്ടിന്റെ സമയത്ത് 1833 ചാർട്ടർ ആക്ടിന്റെ സമയത്ത് ലോർഡ് വില്യം ബെന്റിക് ആണ്. അങ്ങനെയാണ് വൈസ്രോയി അല്ല, അദ്ദേഹം പിന്നീട് ഫസ്റ്റ് ഗവർണർ ജനറൽ ആണ് ആവുന്നത് കേട്ടോ. വില്യം ബെന്റിക് ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ, ഗവർണർ ഓഫ് ഇന്ത്യ മാറിയിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി മാറുന്നതാണ്. വൈസ്രോയി ആവുന്നത് ലോർഡ് കാനിങ് ആണ്. ഞാനല്ലോ ഇടയ്ക്ക് എവിടെയോ തെറ്റി വൈസ്രോയി ആയി മാറുന്നെന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു. ലോർഡ് കാനിങ് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ മാറിയിട്ട് വൈസ്രോയി ആയിട്ട് മാറുന്നത്. 1858 ലോർഡ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ മാറിയിട്ട് വൈസ്രോയി ആയിട്ട് മാറുന്നത് ലോർഡ് കാനിങ് ആണ് കേട്ടോ. വില്യം ബെന്റിക് ഗവർണർ ഓഫ് ഇന്ത്യ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, ഗവർണർ ഓഫ് ബംഗാൾ ഒക്കെ മാറി ഗവർണർ ഓഫ് ഇന്ത്യ ആയി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി മാറുന്നത് ലോർഡ് വില്യം ബെന്റിക് ആണ്. ത്രൂ ചാർട്ടർ ആക്ട് ഓഫ് 1833 ആണെന്ന് ആലോചിച്ച് വെച്ചേക്ക്. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ലോർഡ് വില്യം ബെന്റിക് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ട് മാറുകയാണ്. അപ്പൊ ലോർഡ് വില്യം ബെന്റിക് 1828 തൊട്ട് 1835 വരെ ഇന്ത്യ ഭരിച്ച ഗവർണറാണ്. 1833 തൊട്ട് അദ്ദേഹം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പൊ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്, ലാസ്റ്റ് ഗവർണർ ഓഫ് ഇന്ത്യ എന്നൊക്കെ അങ്ങനെ പറയണ്ട. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാന്ന് ചോദിച്ചാൽ ലോർഡ് വില്യം ബെന്റിക്. 1833 ചാർട്ടർ ആക്ട് വരുന്ന സമയത്ത് ലോർഡ് വില്യം ബെന്റിക് ആണ് ഇന്ത്യയുടെ ഗവർണറായിട്ട് ഇരിക്കുന്നത്. ഓക്കെ. അപ്പൊ വില്യം ബെന്റിക്കിനെ പറ്റി ജസ്റ്റ് അത്രയെങ്കിലും ഓർത്തു വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡാഷ് പാർഷ്യൽ ജുഡീഷ്യറി സിസ്റ്റം, ഡ്യുവൽ ജുഡീഷ്യറി സിസ്റ്റം, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി സിസ്റ്റം, പ്ലൂറൽ ജുഡീഷ്യറി സിസ്റ്റം. അപ്പൊ ഈ ഓപ്ഷൻ അത്യാവശ്യം നമുക്ക് പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യക്ക് എന്തുണ്ട്? വ്യക്തമായിട്ടൊരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി സിസ്റ്റം ആണുള്ളത് അല്ലെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പറഞ്ഞേക്കുന്നത്? ഇന്ത്യക്ക് ഒരു
ഇൻഡിപെൻഡന്റ് നമ്മള് എന്താ ഭരണത്തിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ മൊത്തത്തിൽ 3ആയിട്ട് തിരിച്ചാണ് ഭരണമൊക്കെ. ലെജിസ്ലേഷൻ അതുപോലെ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി അല്ലെ, അങ്ങനെ 3ആയിട്ട് നമ്മൾ തിരിച്ചിട്ടില്ലേ. ജുഡീഷ്യറി 3ആയിട്ട് തിരിച്ചാണ് ഇവിടെ ഭരണം നടക്കുന്നത്. അങ്ങനെ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട് അല്ലെ. നിയമനിർമ്മാണം, കാര്യനിർവഹണം അല്ലെ, നീതിന്യായം എന്നിങ്ങനെ നമ്മൾ തിരിച്ചിരിക്കുന്നത്. നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം. ഈ നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്നവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ജുഡീഷ്യറിക്ക് പറ്റും അല്ലെ. അതുപോലെ ജുഡീഷ്യറിനെ വീണ്ടും നിയമം വെച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് ലെജിസ്ലേഷനും പറ്റും. ഇതൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവിന് അവരുടേതായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാൻ പറ്റും. സോ നമ്മൾ ഈ 3 സെക്ഷൻസും ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്ക് എന്തുണ്ട്, ഒരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്. ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ഏറ്റവും തലപ്പത്തുള്ളത് സുപ്രീം കോർട്ടാണ് അല്ലെ. സുപ്രീം കോർട്ട്, അതിന് താഴെ ഓരോ സ്റ്റേറ്റ് അല്ലെങ്കിൽ ചിലയിടത്ത് ഒന്നിലധികം സ്റ്റേറ്റുകൾക്ക് ഒരുമിച്ചു എന്തുണ്ട്, ഹൈക്കോർട്സ് ഉണ്ട് അല്ലെ, ഹൈക്കോർട്ടുകളുണ്ട്. അതിന് താഴെ സബ് കോർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട് നമ്മള്. അപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ഏറ്റവും ഹെഡ് ആയിട്ടിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ് ആണ്. ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന പോസ്റ്റ് ഏതാണ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലെ. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പൊസിഷൻ ആണ്. അപ്പൊ ഇന്ത്യക്ക് എന്തുണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ടെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഫിസിക്കൽ ഫീച്ചർ ഓഫ് ഇന്ത്യ പ്രിവെന്റ്സ് ദ കോൾഡ് വിൻഡ് ഫ്രം സെൻട്രൽ ഏഷ്യ ഫ്രം എൻറ്ററിങ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് കോൾഡ് വിൻഡിനെ തടഞ്ഞു നിർത്തുന്ന ഏത് ഫോമാണ്, ഏത് ഫീച്ചർ ആണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഇന്ത്യ ഫിസിയോഗ്രാഫി എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ്, എന്താണ്, നോർത്തേൺ മൗണ്ടെയ്ൻസ്, നോർത്തേൺ പ്ലെയിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു 5 ഡിവിഷൻസ് പഠിക്കുന്നില്ലേ. ഡെസേർട്ട് ഉണ്ട്, നമുക്ക് കോസ്റ്റൽ ഏരിയ ഉണ്ട്, ഐലൻഡുകളുണ്ട് അല്ലെ, അങ്ങനെ നമ്മൾ പഠിക്കുന്നില്ലേ. അപ്പോ അതിനകത്ത് തന്നെ ഏത് പോർഷൻ ആണ്, അപ്പൊ ഈ നോർത്തേൺ മൗണ്ടെയ്ൻസിന്റെ പോർഷനിൽ നമ്മൾ പഠിക്കുന്നത് ഏതാണ്, ഹിമാലയസ് ആണ് അല്ലെ. മെയിൻ ആയിട്ട് നോർത്തേൺ മൗണ്ടെയ്ൻസ്, ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത് ഹിമാലയാസ് ആണ്. അപ്പോൾ ഇന്ത്യക്ക് ഒരു മതില് പോലെ കോൾഡ് വിൻഡുകൾ ഇന്ത്യയിലേക്ക് കടക്കുന്നതിൽ നിന്ന് തടഞ്ഞ് നമ്മളെ രക്ഷിക്കുന്നത് ഹിമാലയാസ് ആണ് അല്ലെ. ഹിമാലയസ്, ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ ഹിമാലയാസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് അല്ലെ. ഹിമാലയാസ് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ നോർത്തേൺ മൗണ്ടെയ്ൻസ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിക്കുക, ട്രാൻസ് ഹിമാലയ, ഹിമാലയ, ഈസ്റ്റേൺ മൗണ്ടെയ്ൻസ് എന്നിങ്ങനെ തിരിച്ചല്ലേടാ പഠിക്കുക ഈസ്റ്റേൺ മൗണ്ടെയ്ൻസ്. അതിൽ തന്നെ ട്രാൻസ് ഹിമാലയന്റെ ഡിവിഷൻ ആണ് ഏതൊക്കെയാണ്, കാരക്കോറം, ലഡാക്ക്, സസ്കർ. എങ്ങനെയാ പഠിക്കുന്നത്, ഹിമാലയം ഈ റേഞ്ച് ആണ് വരുന്നതെങ്കിൽ അതിന് തൊട്ട് മുമ്പ് കിടക്കുന്ന ഈ പോർഷൻ ആണ് ഇതെന്ന് പറയുന്നത് ട്രാൻസ് ഹിമാലയ എന്ന് പറയും, ഹിമാലയത്തിന് മുമ്പുള്ള പോർഷൻ. അപ്പൊ ട്രാൻസ് ഹിമാലയെ 3ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. കാരക്കോറം റേഞ്ചസ്, ലഡാക്ക്, സസ്കർ എന്നിങ്ങനെ നമ്മൾ തിരിച്ചിട്ടുണ്ട് അല്ലെ. സസ്കർ എന്നിങ്ങനെ തിരിച്ചിരിക്കുകയാണ്. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിങ്ങനെയാണ് ട്രാൻസ് ഹിമാലയത്തിന്റെ ഡിവിഷൻ. അങ്ങനെയാണ് ഹിമാലയ എങ്ങനെയാ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഹിമാചൽ, സിവാലിക് എന്നിങ്ങനെയാണ് നമ്മൾ തിരിച്ചേക്കുന്നത് അല്ലെ. ഹിമാചൽ, സിവാലിക് എന്നിങ്ങനെയാണ് ഹിമാലയനെ നമ്മൾ തിരിച്ചു വെച്ചിരിക്കുന്നത്. ഈസ്റ്റേൺ ഹിൽസിലാണെങ്കിൽ കുറെ കൊച്ചു ഹിൽസ് ഉണ്ട് അല്ലെ. നമ്മൾ എന്താണ്, ഖാസി, ഗാരോ, ജൈന്തിയ തുടങ്ങിയ ലുഷായി തുടങ്ങിയ കുറെ മൗണ്ടൻസ് ചേർന്നിട്ടാണ് ഈസ്റ്റേൺ ഹിൽസ് നമ്മൾ പഠിക്കുക. അപ്പൊ ആ ഒരു റേഞ്ച് നോക്കിക്കേ, കാരക്കോറം, ഇതാണ് കാരക്കോറം റേഞ്ച്, ഇതാണ് ലഡാക്ക്, ഇതാണ് സസ്കർ, ഇത് ഇത്രയും കൂടെ വരുന്നതാണ് ട്രാൻസ് ഹിമാലയൻ. ഇവിടുന്ന് ഇങ്ങോട്ട് ഗ്രേറ്റ് ഹിമാലയൻ റേഞ്ച് ആണ്. ആ ഗ്രേറ്റ് ഹിമാലയാസിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്, ഒന്നാമത്തത് ഏതാണ്, ഫസ്റ്റ് വരുന്നത് ഹിമാദ്രി, അടുത്തത് ഹിമാചൽ, അടുത്തത് സിവാലിക്. ഇങ്ങനെ ഫിഗർ എടുത്തിട്ട് വേണം എപ്പോഴും നിങ്ങൾ ജിയോഗ്രഫി പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, കാരക്കോറം, ലഡാക്ക്, സസ്കർ, അതിനുശേഷം ഹിമാലയൻ റേഞ്ചസിനകത്ത് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അപ്പൊ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് വരുന്ന ഹിമാലയൻ റേഞ്ച് ഏതെന്നൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, നിങ്ങൾ കാണുമ്പോഴേ മനസ്സിലാവത്തില്ലേ. ഈ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഒക്കെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ.
അപ്പൊ അതിനകത്ത് നോക്കി സിവാലിക്കാണ് ഏറ്റവും സൗത്ത് ഭാഗത്തായിട്ട് വരുന്ന റേഞ്ച് ഏതാന്ന് ചോദിച്ചാൽ സിവാലിക്കാണ്. ഏറ്റവും സൗത്ത് ആയിട്ട് വരുന്ന ഹിമാലയൻ റേഞ്ച് സിവാലിക്കാണ്. ഏറ്റവും പൊക്കമുള്ളത്, ഏറ്റവും ഉയരത്തിലുള്ളതൊക്കെ ഹിമാദ്രിയാണ്. അങ്ങനെ കുറെ പോയിന്റുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഒക്കെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെ തൊട്ട് മുമ്പ് ട്രാൻസ് ഹിമാലയം, ഇപ്പുറത്ത് ഈസ്റ്റേൺ ഹിൽസ്, ഇങ്ങനെ തിരിച്ചിട്ട് വേണം നിങ്ങൾ ഹിമാലയാസ് അല്ലെ നോർത്തേൺ മൗണ്ടൻസ് ഫുൾ ആയിട്ട് പഠിക്കാനായിട്ട് കേട്ടോ. എപ്പോഴും പഠിക്കുമ്പോൾ റിവർ ആണെങ്കിലും റേഞ്ചസ് ഒക്കെ പഠിക്കുമ്പോൾ എപ്പോഴും ഒരു എന്താണ് മാപ്പോ അല്ലെങ്കിൽ അറ്റ്ലസോ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിളിൽ ഇമേജസിൽ അടിച്ചു നോക്കി അതിന്റെ ഇമേജസോ നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഹിമാലയത്തെ പറ്റിയൊക്കെ എന്താണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും കേട്ടോ. ജിയോഗ്രഫിയുടെ ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്തു തരാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹു അമോങ് ദ ഫോളോയിങ് ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് ദ ഇന്ത്യൻ സ്ട്രഗിൾ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പഠിച്ചില്ലേടാ. ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണെന്ന് നമ്മൾ പഠിച്ചില്ലായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? ആരാണ്? മഹാത്മാഗാന്ധി, മോത്തിലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്. ഇതിനകത്ത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ ബുക്കാണ് ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന ബുക്ക്. സുഭാഷ് ചന്ദ്രബോസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് ബുക്കുകൾ പരിചയപ്പെടുത്തിയായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന ബുക്ക് കൂടി ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ലെറ്റേഴ്സ് ടു എമിലി ശങ്കൽ എന്ന് പറയുന്ന ബുക്ക് ആരെഴുതിയതാണ്? ഇതും സുഭാഷ് ചന്ദ്രബോസിന്റെ ബുക്കാണ് കേട്ടോ. ലെറ്റേഴ്സ് ടു എമിലി ശങ്കൽ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. 1939 ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. 1943 INA നേതൃത്വം ഏറ്റെടുത്തത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. INCയിലെ ആദ്യത്തെ ഇലക്ടഡ് ആയിട്ടുള്ള പ്രസിഡന്റ് ആണ്. ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആണ് ആര്? സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് ആരാണ്? പട്ടാഭി സീതാരാമയ്യാണ്. ഗാന്ധിജി നോമിനേറ്റ് ചെയ്ത വ്യക്തിയാണ് പട്ടാഭി സീതാരാമയ്യ. അദ്ദേഹത്തെ തോപ്പിച്ചുകൊണ്ടാണ് ആര് വരുന്നത്? INCയിലെ എലക്ടഡ് ആയിട്ടുള്ള ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് സുഭാഷ് ചന്ദ്രബോസ് വരുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഫസ്റ്റ് എലക്ടഡ് പ്രസിഡന്റ് ഓഫ് INC സുഭാഷ് ചന്ദ്രബോസ്, അല്ലെങ്കിൽ അതിന്റെ സുഭാഷ് ചന്ദ്രബോസിന് ഓപ്പോസിറ്റ് ചെയ്യുന്നത് പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. ഓക്കെ, അതൊക്കെ ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ബുക്കാണ് ഇന്ത്യൻ സ്ട്രഗിൾ. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. അടുത്ത വെച്ച് which of the following articles of Indian Constitution mentions about the organization of village panchayat? Organization of village panchayat ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 31, 38, 36, 40. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം 35 തൊട്ടുള്ള ആർട്ടിക്കിളിലാണ് DPSP പറ്റി പറയുന്നത്. DPSPയിലാണ് വില്ലേജ് പഞ്ചായത്ത് 36 തൊട്ട് അല്ലെ. 36 തൊട്ടുള്ള ആർട്ടിക്കിളാണ് DPSP പറ്റി പറയുന്നത്. അപ്പൊ DPSPയിലാണ് വില്ലേജ് പഞ്ചായത്തിനെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ വരുന്നത് ആർട്ടിക്കിൾ 40 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 40 ആണ്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിനകത്ത് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത്. ഇതിനകത്ത് ആർട്ടിക്കിൾ 31 എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെടുന്നതായിരുന്നു. ഇത് റിപ്പീൽഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. റിപ്പീൽഡ് ആണ്. ബിക്കോസ് എന്താണ്? ഇത് നമുക്ക് സ്വത്ത് സമ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആയിരുന്നു. ആർട്ടിക്കിൾ 31 അമെന്റ്മെന്റ് 44th അമെന്റ്മെന്റ് വഴി ഈ ആർട്ടിക്കിൾ നമ്മൾ എന്ത് ചെയ്തു? അബോളിഷ് ചെയ്ത് കളഞ്ഞു, റിപ്പീൽ ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പൊ ആർട്ടിക്കിൾ 40യിലാണ് ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. എന്നാൽ ഏത് അമെന്റ്മെന്റ് വഴിയാണ് ഈ പറയുന്ന പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കിട്ടിയെന്ന് ചോദിച്ചാൽ 73. അതുപോലെ മുനിസിപ്പാലിറ്റീസ് വരുന്നത് 74th അമെന്റ്മെന്റ് ആണ്. 73ാമത്തെ അമെന്റ്മെന്റ് വഴിയാണ് ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അതിന്റെ നടത്തിപ്പും കാര്യങ്ങളും ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള നമ്മുടെ അമെന്റ്മെന്റ് 73rd അമെന്റ്മെന്റ് ആയിരുന്നു അല്ലെ. 1992ലാണ് ഈ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവരുന്നത്. അതിനകത്ത് 243 തൊട്ട് 243O വരെയാണ് എന്തിനെ പറ്റി പറയുന്നത്? നമ്മുടെ വില്ലേജ് പഞ്ചായത്തുകളെ പറ്റിയൊക്കെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 243A എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏത് എന്താണ് പോർഷൻ ആണെന്ന് ചോദിച്ചാൽ അത് ഗ്രാമസഭയാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഗ്രാമസഭ ഇത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോർഷൻ ആണ്. ഇത് വീണ്ടും പറയുന്നത് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളത് കേട്ടോ. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വില്ലേജ് പഞ്ചായത്തുകളെ പറ്റി മെൻഷൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 40 ആണ്. 243 തൊട്ട് 243O വരെ നമുക്ക് എവിടെ പറയുന്നുണ്ട്? ഈ പറയുന്ന 73rd അമെന്റ്മെന്റ് വഴി നമ്മൾ ആഡ് ചെയ്തത് 243 തൊട്ട് 243O വരെയാണ്. 243Aയിലാണ് ഗ്രാമസഭയെ പറ്റി പറയുന്നത്. അപ്പൊ വില്ലേജ് പഞ്ചായത്തിന്റെ ഓർഗനൈസേഷനും മറ്റു കാര്യങ്ങളുമാണ് ബാക്കി ഇങ്ങോട്ട് പറയുന്നത്. ആർട്ടിക്കിളുകളൊക്കെ പഠിക്കണേ. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്നെയാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ,
അപ്പൊ അത്രയും ഓർത്ത് വെച്ചേക്കാം. 36, 38 ഒക്കെ വരുന്ന BPSVയുടെ ആർട്ടിക്കിളുകളാണ് കേട്ടോ. അപ്പൊ ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 40 ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗ്രാൻസ് പവർ ടു പ്രസിഡന്റ് ടു അപ്പോയിന്റ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്? അപ്പൊ ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ആൻസറും ഉണ്ട്. സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അപ്പൊ സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ. അപ്പോ ആർട്ടിക്കിൾ 124(2), 123, 123(1), 127(3), 128(4) ഇത്രയാണ് ഇതിൽ പറയുന്നത്, ഓപ്ഷനിൽ പറയുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനകത്ത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് 124ന്റെ ആർട്ടിക്കിളുകൾ 124, 23, 27, 28. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ആർട്ടിക്കിൾ 124 കേട്ടോ. ആൻസർ ആയിട്ട് വരുന്നത് 124(2)ലാണ് ഇതിനെ പറ്റി പറയുന്നത്. ആ സുപ്രീം കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 124ന്റെ ആർട്ടിക്കിളുകളിലാണ്. എന്തിനെ പറ്റി പറയുന്നത്? സുപ്രീം കോടതിനെ പറ്റിയൊക്കെ പറയുന്നത്. അതിനകത്ത് സുപ്രീം കോടതി ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ടുള്ള പവർ പ്രസിഡന്റിന് കൊടുക്കുന്ന ആർട്ടിക്കിൾ 124(2) ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ആർട്ടിക്കിളുകൾ പഠിക്കണം. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വിശദമായിട്ട് ആർട്ടിക്കിളുകൾ കുറച്ച് പഠിക്കാം കേട്ടോ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിക്കേ. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ദ ഓഫീസ് ബൈ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ റിമൂവ് ചെയ്യുന്നത് ആരാണെന്ന്. ബോത്ത് ദ ഹൗസസ് ഓഫ് പാർലമെന്റ് ഉണ്ട്, യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഉണ്ട്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചീഫ് ഇലക്ഷൻ കമ്മീഷനെ എന്താണ് റിമൂവ് ചെയ്യുന്നത് ആര് എന്നുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് ആരാണ്? ബോത്ത് ദ ഹൗസസ് ഓഫ് പാർലമെന്റ് ആണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ആൻസർ വരുന്നത് ബോത്ത് ദ ഹൗസസ് ഓഫ് പാർലമെന്റ് ആണ്. അപ്പോ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അത് റിമൂവ് ചെയ്യുന്നത്, ഇന്ത്യയിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷനെ റിമൂവ് ചെയ്യുന്നത് പാർലമെന്റ് ആണ് വിത്ത് എ 2/3 മെജോറിറ്റി. എത്രയാണ്? 3/2 ഭൂരിപക്ഷം. ബോത്ത് ലോക്സഭയിലും രാജ്യസഭയിലും 3/2 ഭൂരിപക്ഷത്തോടു കൂടി ആ ഒരു പ്രമേയം പാസ്സാക്കണം. അത് ഏതൊക്കെ ബേസിസിലാണ്? മിസ്ബിഹേവിയർ അതുപോലെ ഇൻകപ്പാസിറ്റി, 2 റീസൺസ് പ്രകാരമാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രസിഡന്റിനെ ഒക്കെ റിമൂവ് ചെയ്യുന്ന രീതി പോലെ, ഇംപീച്ച് ചെയ്യുന്ന രീതി പോലെ ഇവിടെയും ഇംപീച്ച് ചെയ്യുവാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ഇംപീച്ച് ചെയ്യുവാണ്. എങ്ങനെയാണ്? 3/2 ഭൂരിപക്ഷത്തോടു കൂടി ഇംപീച്ച് ചെയ്ത് കളയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യനെ റിമൂവ് ചെയ്യുന്നത് ആരാണ്? ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ് ആണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ദ ഓഫീസ് ബൈ ബോത്ത് ദ ഹൗസസ് ഓഫ് പാർലമെന്റ്. 3/2 ഭൂരിപക്ഷമാണ്. അതുപോലെ മിസ്ബിഹേവിയറും ഇൻകപ്പാസിറ്റിയുമാണ് അവരെ റിമൂവ് ചെയ്യാനുള്ള റീസൺസ്. ഓക്കെ. അപ്പോ ഇത്രയും ആണ് മെയിൻ ആയിട്ടും ഞാൻ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻസ്. ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയോ? എങ്ങനെയുണ്ടായിരുന്നു? എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ് കാണുന്നവർ കമന്റ് സെക്ഷനിൽ നമ്മളെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം. PYQ സെക്ഷൻസ് കണ്ടിന്യൂ ചെയ്ത് പോണോ? ടോപ്പിക് വൈസ് ക്ലാസ് മതിയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷൻ വഴി അറിയിക്കാം. PYQs ചെയ്ത് നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഏതൊക്കെ പോർഷൻസ് അറിയാം, അറിയില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാനുണ്ടെങ്കിൽ അറിയിക്കുക. നല്ല രീതിയിൽ പഠിക്കുക. നന്നായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. ദാറ്റ്സ് ഫോർ ഓൾ ടുഡേ. താങ്ക് യു.